ഇനി ഞങ്ങൾ ഇത് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഒട്ട് വെച്ചു. ഈ 2 യോക്ക് പാർട്ടിലേക്ക് ഷോൾഡറിലേക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ യോക്ക് ഒരേ ടൈപ്പാണ്. നിങ്ങൾ മാർക്കിടുമ്പോൾ മാത്രം യോക്ക് എന്ന് പറയും. യോക്ക് എന്ന് ഓക്കെയാണ്, ഷോൾഡർ എന്നും ഓക്കെയാണ്. ഇനി ഷോൾഡറിനെ സ്റ്റിച്ച് ചെയ്യാം. ഞങ്ങൾ 1/2 ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ചെയ്യാം. ഇനി ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്ത് മുകളിലൊരു സ്റ്റിച്ച് ഇട്ടാൽ കുറച്ച് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇടണം. ഇതിട്ടാൽ കുട്ടികൾക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഇതിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗങ്ങളെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പീസിൽ മെയിൻ പീസിൽ കുറച്ച് ലൈനിങ്ങിലേക്കാൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഈ 2 പാർട്ടിലേക്ക് ഞങ്ങൾ പൈപ്പിംഗ് കൊടുക്കാം. ഇതുപോലെ ഈ സൈഡിലേക്ക് സ്റ്റിച്ചിങ് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പൈപ്പിംഗ് പോലെ കാണുന്ന പോലെയും വെക്കാം. ഞങ്ങൾ ഇതിലേക്ക് പീസ് വെച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടെടുക്കാം. ഓക്കെ. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങൾ ബിബ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ക്രോസ് ആയിട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ പീസിന് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യാം. ഫിനിഷിങ് കിട്ടുന്നതാണ്. ഇത് കട്ട് ചെയ്യുന്നത് എന്തിനെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഉള്ളിലേക്ക് വീണം നീറ്റായിട്ട് കിട്ടണം. ഇതുപോലെ മടക്കി തുന്നി ഞങ്ങൾ ഫോൾഡാക്കി മടക്കി തുന്നി. അപ്പോൾ ഇതിൻ്റെ കാണുന്നത് നോക്കണം, ഫിനിഷിങ് വന്നു. അപ്പോൾ ഈ സൈഡിലും ഈ ഭാഗത്തിലേക്കും അതുപോലെ ചെയ്തു എടുക്കാം. വീഡിയോയിൽ എന്ത് പോകുന്ന കാരണം കൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്യും. ഈ ഫോൾഡിങ് ചെയ്യുന്നത് കാണിക്കാം. ഇതിങ്ങനെ എടുത്തല്ലേ. അപ്പോൾ ബാക്കിലെ ഇങ്ങനെയുണ്ട്. ഇതിങ്ങനെ കറക്റ്റായിട്ട് നീറ്റായിട്ട് എടുക്കണം. ഫുള്ളായിട്ട് എടുത്ത് ഒരു ഫോൾഡ് ഇതിനിങ്ങനെ ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തു. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് മടക്കി. ഓക്കെ. ഒന്ന് മടക്കി പിന്നെ ഉള്ളിലേക്ക് അതുപോലെ തന്നെ മടക്കി ഫുള്ളായിട്ട് ഞങ്ങൾ എല്ലാത്തിനും ഇതിങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യും. ഇത് ഫിനിഷായി. ഇതിൻ്റെ കാര്യം ഫിനിഷായി. ഫ്രണ്ട് പാർട്ട് മുകളിൻ്റെ പാർട്ട് ഫിനിഷായി. ഇതിൻ്റെ ഇനി ഞങ്ങൾ ഇതിൻ്റെ നൂലുണ്ടല്ലേ, ഈ സൈഡിൽ വെക്കുന്ന നൂല് അതും കാണിക്കാം.
പിന്നെ ഞങ്ങൾ ആ ഫ്രോക്കിൽ കുറച്ച് പട്ടി ഇതുപോലെ സൈഡ് ബോർഡർ പോലെ പട്ടി ഉണ്ടാവും, പട്ടി ഉണ്ടായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതിലും അതുപോലെ തന്നെ വെക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം വെക്കണത്. സെയിം 2 ഇഞ്ചിൻ്റെ എടുക്കണം. ഇതുപോലെ 2 ഇഞ്ചിൻ്റെ എടുക്കണം, മാർക്ക് ചെയ്ത് എടുക്കണം. ഇത് എത്ര അളവുണ്ട് അത്ര തന്നെ എടുക്കണം. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് എടുക്കണം. എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇനി എടുത്ത് പിന്നെ ഞങ്ങളിത് 2 ഇഞ്ചിൽ കട്ട് ചെയ്യാം. ഫുള്ളായിട്ട് ഞാൻ ഫോൾഡിങ് ആയിട്ട് ചെയ്യാം, വേഗം തീരും. ഞങ്ങൾക്ക് ഇതുപോലെ മടക്കിയിട്ട് 4 ഫോൾഡായി. ഇത് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ വെച്ചിട്ടും എടുക്കാം, വേഗം നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഇതിനെ ഫുള്ളായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം.